ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും നാളത്തെ ഒരു സർപ്രൈസ് റിലീസുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. രണ്ട് സിനിമകളുടെ റിവ്യൂ ഞാൻ ഇന്ന് രാവിലെ ചെയ്തിരുന്നു. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളുടെ സീരീസുകളാണ് അപ്ഡേറ്റുകൾ നോക്കുക. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ സീരീസുകൾ ഏതാണെന്ന് നോക്കുക. ആദ്യം തന്നെ അതിൽ ഒന്നാമത്തത് നമ്പേഴ്സ് എന്നൊരു കൊറിയൻ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി കൊറിയൻ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. പാരിജാത പർവ്വം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഗാന്ത് ചാപ്റ്റർ 1 ജംന പാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ബംഗാളി ഭാഷകളായിട്ട് ഈ ഒരു ത്രില്ലർ സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ 3 റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമയാണ്. സുന്ദർ സി സംവിധാനം ചെയ്ത് നമ്മുടെ തമന്നയും റാഷി ഖന്നയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ. Disney+ Hotstar ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. Disney+ Hotstar ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസം 21-ാം തീയതി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസ് ആണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ സീരീസിന്റെ 2ാമത്തെ സീസൺ ജിയോ സിനിമ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ഡ്രാമ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ആണ്. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ജൂൺ മാസം 17-ാം തീയതി ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു സീരീസ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സീരീസ് ആണ് ദ ബോയ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4ാമത്തെ സീസൺ ആണ്. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസിന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഉങ്കെ നാന്താങ് കിങ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നമ്മുടെ സന്താനം പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ഈ സിനിമ Disney+ Hotstar വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു സീരീസ് ആണ് കൊട്ട ഫാക്ടറി എന്ന് പറഞ്ഞ സീരീസ്. 3ാമത്തെ സീസൺ ആണ്. ഹിന്ദി സീരീസ് ആണ്. ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സീരീസ് ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു സീരീസ് തന്നെയാണ് മിർസാപൂർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3ാമത്തെ സീസൺ ആണ്. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സീരീസിന്റെ 3rd സീസണിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് സെക്കൻഡ് സീസൺ കണ്ടാണ്. കിഡ്ലൻ സീരീസ് ആണ്. ഒരു കിഡ്ലൻ ഗ്യാങ്സ്റ്റർ സീരീസ് ആണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. പങ്കജ് ത്രിപാഠി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. ജൂലൈ മാസം 5-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ സീരീസിന്റെ ഒക്കെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു ഓൾറെഡി. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടികർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ സിനിമ വലിയൊരു ദുരന്തമായി മാറിയ സിനിമയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയത്. ജൂൺ മാസം 21-ാം തീയതി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഡിയർ നാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 14-ാം തീയതി ഈ സിനിമ ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇത്രയും സിനിമകളും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു സർപ്രൈസ് റിലീസിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ നടന്ന സിനിമയാണ്. തിയേറ്ററിൽ ഏകദേശം 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 14-ാം തീയതിയോ അല്ലെങ്കിൽ ജൂൺ മാസം 21-ാം തീയതിയോ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈം വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ റൂമറുകളാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. റൂമേഴ്സാണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അവർ ഒഫീഷ്യലി അപ്ഡേറ്റുകൾ പുറത്തുവിടാതെ തന്നെ റിലീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് ഗുരുവായൂർ അമ്പല നടയിൽ മിക്കവാറും ഒരു സർപ്രൈസ് റിലീസായിട്ട് നാളെ രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 21-ാം തീയതിയോ റിലീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.